ശബരിമലയിലെ വഴിപാട് പ്രസാദ നിർമ്മാണത്തിനുള്ള സാധനങ്ങളുടെ ടെൻഡർ നടപടികൾ വൈകിപ്പിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഭക്ഷ്യസുരക്ഷാ പരിശോധന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലും കാലതാമസം നേരിടാൻ സാധ്യത. കഴിഞ്ഞ വർഷം ജൂൺ ആദ്യമായിരുന്നു ടെൻഡർ നടപടി. ജനം ബ്രേക്കിംഗ്. ശ്യാം പ്രസാദാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ശ്യാമ, അതായത് ശബരിമലയിലെ അലംഭാവം ഈ ദേവസ്വം ബോർഡ് ഇങ്ങനെ തുടരുകയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ടെൻഡർ നടപടികൾ അവർ മനഃപൂർവ്വം വൈകിപ്പിക്കുന്നു എന്നുള്ളതാണ്. അശ്വതി രാഗി, ഗുഡ് മോർണിംഗ്. എന്തായാലും ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി 3 മാസം മാത്രം ബാക്കി നിൽക്കുകയാണ്. നിലവിൽ ടെൻഡർ നടപടികൾ എങ്ങുമെത്താതെ നീണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നത്. എന്തായാലും ഇതിൻ്റെ നടപടികളൊന്നും തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ സമയവും കൈക്കൊണ്ടിട്ടില്ല എന്നുള്ള തെളിവുകളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ജൂൺ ആദ്യവാരത്തിൽ തന്നെ ടെൻഡർ നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കിയിരുന്നു. പ്രധാനമായും അരവണ വഴിപാട് പ്രസാദങ്ങളും ഒപ്പം തന്നെ ഉണ്ണിയപ്പം അടക്കമുള്ള പ്രസാദ വഴിപാട് വിതരണങ്ങളിലെല്ലാം തന്നെ നിലവിൽ ഇതുണ്ടാക്കുന്നതിനുള്ള സാധന സാമഗ്രികളെല്ലാം തന്നെ സന്നിധാനത്തേക്ക് ജൂൺ ആദ്യവാരം തന്നെ ടെൻഡർ നടപടികൾ എത്തിക്കുകയും ഷിപ്പിംഗ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതൊന്നും തന്നെ ഇപ്പോൾ നിലവിലെ ഭരണസമിതി ഇപ്പോൾ അധികാരമേറ്റ് ഈ ഒരു 3 മാസം മാത്രം ബാക്കി നിൽക്കുള്ളപ്പോഴും ഇത്തരത്തിൽ സാധന സാമഗ്രികളൊന്നും ടെൻഡർ നടപടികൾ കൈക്കൊണ്ടിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട വസ്തുത. കഴിഞ്ഞ 2025 ജൂൺ ആദ്യവാരം തന്നെ ഇതിൻ്റെ ടെൻഡർ നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കിയതാണ്. എന്നാൽ 2026 ഓഗസ്റ്റിലേക്ക് വരുമ്പോഴും ടെൻഡർ നടപടികൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൈക്കൊണ്ടിട്ടില്ല. പ്രധാനമായും ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ അടക്കം ഈ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം സാമ്പിൾ പരിശോധനകൾ എടുക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ ഈ ടെൻഡർ നടപടികൾ എടുത്ത് സാധനങ്ങൾ സന്നിധാനത്തേക്ക് എത്തിച്ചില്ലെങ്കിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ പരിശോധന അടക്കമുള്ള കാലതാമസം നേരിടും. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഇതിൻ്റെ നിർമ്മാണം അടക്കമുള്ളവ അല്ലെങ്കിൽ നീണ്ടുപോകുന്ന ഒരു കാലതാമസം ഉണ്ടാകാനിടയുണ്ട്. എന്തായാലും ഈ ഒരു സീസൺ ആരംഭിക്കുന്നതിന് മുമ്പ്, തീർത്ഥാടന സീസൺ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ 75% സ്റ്റോക്ക് ഉണ്ടാകണമെന്നാണ് പ്രധാനമായും ദേവസ്വം മാനുവലിലടക്കം നിഷ്കർഷിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ചട്ടം. എന്നാൽ അതുപോലും പാലിക്കാൻ ഇത്തവണ കഴിയുമോ എന്നുള്ള ഒരു ആശങ്ക കൂടി നിലവിലുണ്ട്. എന്തായാലും ദേവസ്വം ബോർഡ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ബോർഡ് യോഗത്തിലും ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളോ കൂടിയാലോചനകളോ ഒന്നും തന്നെ നടത്തിയിട്ടില്ല. ഇനി 7-നാണ് ദേവസ്വം ബോർഡ് യോഗം ചേരുന്നത്. അന്നും ഇത് സംബന്ധിച്ച യോഗത്തിൽ ഈ തീരുമാനം ഉണ്ടാകുമോ എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും ശബരിമലയിൽ ഇപ്പോഴും ഗുരുതരമായ അലംഭാവം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തുടരുകയാണ് എന്നുള്ളത് തന്നെയാണ് ശ്യാമ റിപ്പോർട്ട് ചെയ്തത്. അവിടെ ടെൻഡർ നടപടികളാണ് ഇങ്ങനെ മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണ്. കഴിഞ്ഞ വർഷം ജൂണിൽ നടക്കേണ്ടിരുന്ന ടെൻഡറാണ് ഇതുവരെയും സംബന്ധിച്ചിട്ടുള്ള നടപടികളിലേക്ക് കടക്കാത്തത്. ശ്യാം വാർത്തകൾ നൽകി.